hello. Welcome you all to Entry App. I am Kavya. നമ്മളെല്ലാവരും വളരെ ഈഗറായി കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ. NTA നെറ്റ് എക്സാമിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയി ഇരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും അല്ലെ, ഒരു വലിയ മാറ്റത്തോടു കൂടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങളോട് കൂടി തന്നെയാണ് ഇത്തവണത്തെ നെറ്റ് എക്സാം നടക്കാനായി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, രണ്ട് സെക്ഷൻ അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ആയിട്ടായിരുന്നു അല്ലെ ഫ്രണ്ട്സ് എക്സാം ഉണ്ടായിരുന്നത്. ഐ മീൻ JRF ക്വാളിഫൈ ചെയ്യുന്നവര് ഒന്ന്, അടുത്തത് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നവർ. രണ്ട് കാറ്റഗറികളിലേക്കായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യാനായി പോകുന്നത് മൂന്ന് കാറ്റഗറികളായി തിരിച്ചിട്ടാണ്. അതായത് ഒരൊറ്റ എക്സാം നിങ്ങൾ എഴുതുന്നു, പക്ഷേ ആ എക്സാമിന് മൂന്ന് കാറ്റഗറീസ് ഉണ്ട്. മാത്രമല്ല ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, മുമ്പ് എങ്ങനെയായിരുന്നു എക്സാം, CBT ആയിരുന്നു അല്ലെ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നു. എന്നാൽ ഇനി നടക്കാൻ പോകുന്ന എക്സാം പെൻ ആൻഡ് പേപ്പർ, OMR തന്നെയാണ്, പെൻ ആൻഡ് പേപ്പർ എക്സാം ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആകുമായിരുന്നോ, നമ്മളെല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു അല്ലെ. അതുപോലെ നെറ്റിന്റെ സിലബസിൽ മാറ്റം സംഭവിക്കുമോ? എന്നാൽ നെറ്റിന്റെ സിലബസിൽ ഒന്നും യാതൊരു മാറ്റവുമില്ല. മറിച്ച് മൂന്ന് കാറ്റഗറി ആയിട്ട്, ക്വാളിഫയിങ്ങിൽ തന്നെ മൂന്ന് കാറ്റഗറി ആയി ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിട്ട് ഇതിനെ മാറ്റുകയും ചെയ്തു. പണ്ടൊക്കെ പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിരുന്നു. ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് CBT ആയിരുന്നു കുറച്ചുകൂടെ ഭേദം അല്ലെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ CBT ആവുന്ന സമയത്ത് നമ്മൾക്ക് മാർക്ക് ചെയ്താലും അത് മാറ്റി മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഫ്രണ്ട്സ്, ഇവിടെ പെൻ ആൻഡ് പേപ്പർ ആയപ്പം നിങ്ങൾ വളരെ കെയർഫുൾ ആയി തന്നെ വേണം ആൻസർ മാർക്ക് ചെയ്യാനായിട്ട്. കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരുത്താനായി സാധിക്കുന്നതല്ല. പക്ഷെ വേറൊരു ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ, നമ്മളിപ്പോ ഈ ജനറൽ പേപ്പർ 1 ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്ക്രോൾ ചെയ്ത് നോക്കണമായിരുന്നു കമ്പ്യൂട്ടറിൽ. മാത്രമല്ല ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഹെഡ് ഏക്ക്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും വന്നേക്കാം, കണ്ണിന് പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രെയിൻ ഒക്കെ അനുഭവപ്പെടാം. അപ്പൊ അങ്ങനെ ഒരു വശത്ത് നോക്കുമ്പോൾ അതെല്ലാം വേണ്ടാന്ന് വെച്ച് പെൻ ആൻഡ് പേപ്പറിലേക്ക് മാറിയിരിക്കുന്നു. എന്തായാലും അടിമുടി ഒരു മാറ്റം തന്നെയാണ് നമ്മുടെ ഇത്തവണത്തെ നെറ്റ് എക്സാമിന് വന്നിട്ടുള്ളത്. എന്തൊക്കെയാ നമുക്ക് ഓരോന്നായി നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള തീയതി 20th April 2024 മുതൽ 10th May വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 11:50 PM, അതായത് മെയ് 10 നിങ്ങൾക്ക് 11:50 രാത്രി 11:50 വരെയും എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനായി സാധിക്കും. ഇനി ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോൾ തന്നെ കറക്ഷൻ വിൻഡോ ഉണ്ടല്ലോ, അപ്പൊ ചെയ്യാലോ എന്ന് ചിന്തിക്കരുത്. എന്താണ് നമ്മൾ അത് ഫിൽ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോൾ തന്നെ വളരെ കെയർഫുൾ ആയി, വളരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് അത് ഫിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എക്സാമിനേഷൻ ഫീ അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 11th May to 12th May ആണ്. അതുപോലെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 13th May to 15th May വരെ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് പോയി കറക്ഷൻ ചെയ്യാം. അനൗൺസ്മെന്റ് ഓഫ് സിറ്റി ഓഫ് എക്സാം സെന്റർ, അതൊക്കെ പിന്നീടേ വരുള്ളൂ. എങ്കിലും വലിയ തോതിൽ മുൻപുള്ള അതേ സെന്റേഴ്സ് തന്നെയായിരിക്കും. വലിയ തോതിലുള്ളൊരു മാറ്റമൊന്നും നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡൗൺലോഡിംഗ് ഓഫ് അഡ്മിറ്റ് കാർഡ്, അതും അവര് ഡേറ്റ് പിന്നീടാണ് അറിയിക്കുന്നത്. എക്സാമിനേഷൻ ഡേറ്റ് മാത്രം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമിനേഷൻ ഡേറ്റ് ആണ് അല്ലെ. എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 16th June 2024 ആണ്. അപ്പൊ പഠിച്ചു തുടങ്ങിക്കോളാം ഇപ്പം തന്നെ അല്ലെ. അപ്പൊ അത് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായി അറ്റംപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടി ചെറിയതായിട്ട് ഒന്ന് നെറ്റിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു തരാം. അതായത് നമ്മുടെ നെറ്റ് എക്സാം NTA ആണ് കണ്ടക്ട് ചെയ്യുന്നത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപ്പൊ ഇതിൽ ബേസിക്കലി നമുക്ക് രണ്ട് പേപ്പറുകളാണുള്ളത്, പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ പേപ്പർ ആണ് വരുന്നത്. അതായത് ഈ ടീച്ചിങ്, റീസണിങ്, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ അങ്ങനെ മുതലായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പേപ്പർ 1 ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. പേപ്പർ 2 നിങ്ങൾ പോകുന്ന സമയത്ത്
അവിടെ നിങ്ങളുടെ കൺസേൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് ആണ് ജനറലി നിങ്ങൾക്ക് അവിടെ എഴുതാനായിട്ട് ഉള്ളത്. പേപ്പർ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ 100 മാർക്കിനാണ് ചോദ്യം ഉള്ളത്, 100 മാർക്കിനാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് 200 മാർക്കിനാണ് വരുന്നത്, 200 മാർക്കിനാണ് വരുന്നത്. ഓർക്കുക, പേപ്പർ 1 എന്ന് പറയുന്നത് 100 മാർക്കിനും പേപ്പർ 2 എന്ന് പറയുന്നത് 200 മാർക്കിനുമാണ്. ഇനി എത്ര ചോദ്യം എന്ന് ചോദിച്ചാൽ പേപ്പർ 1-ൽ 50 ചോദ്യങ്ങൾ, പേപ്പർ 2-ല് 100 ചോദ്യങ്ങൾ. അതായത് ഈ 50 ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് 2 മാർക്ക്, ഇവിടെ 100 ചോദ്യത്തിന് 2 മാർക്ക്. അങ്ങനെയാണ് 200 മാർക്ക് 100 മാർക്ക്. അപ്പൊ ടോട്ടൽ എത്രയായി ഫ്രണ്ട്സ്? യെസ്, നമുക്ക് 200ഉം 100ഉം 300 മാർക്ക് അല്ലെ, 300 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 150 ചോദ്യങ്ങൾ 300 മാർക്ക്. അപ്പം ഇനി ജനറലി ഉള്ളത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വറി ആണല്ലേ. നമ്മുടെ ഭാഗ്യത്തിന് എപ്പോ വേണമെങ്കിലും അത് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് ചിലപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ വന്നുകൂടാന്നില്ല അല്ലെ. അപ്പം അതിനു മുമ്പ് എഴുതിയെടുക്കണം, അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ്. അപ്പം എന്താണ് ബേസിക്കലി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പ്രത്യേകിച്ച് എന്ത് പറയുന്നില്ല, നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ചൊന്നും പറയുന്നില്ല. there exists no നെഗറ്റീവ് മാർക്കിംഗ് എന്നുള്ളത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് മാറ്റങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ പണ്ട് എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നെറ്റ് പരീക്ഷയ്ക്ക് ഒരു കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുന്നു, അതിൽ ടോപ്പ് വരുന്ന ഇത്ര ശതമാനം JRF, അത് കഴിഞ്ഞിട്ട് വരുന്നവര് നെറ്റ്, ഇങ്ങനെയായിരുന്നു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആദ്യത്തെ മാറ്റം എന്താണ്? ആദ്യത്തെ മാറ്റം 3 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ JRF ആണ്. JRF കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് PhD ചെയ്യാം, നല്ല ഫെലോഷിപ്പ് ആണ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാം. ഇനി കാറ്റഗറി 2 ആണെങ്കിൽ നിങ്ങൾക്ക് JRF ഇല്ല, നെറ്റ് മാത്രമാണുള്ളത്. അവിടെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും PhD ചെയ്യാൻ മാത്രമുള്ള, അതായത് പണ്ട് യൂണിവേഴ്സിറ്റികളിലൊക്കെ പല പല തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകളായിരുന്നു അല്ലെ കണ്ടക്ട് ചെയ്തത്. അപ്പൊ പലപ്പോഴും അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ അവസരം ലഭിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം എല്ലാവർക്കും പ്രോംപ്റ്റ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാം വേണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ നെറ്റ് വഴി PhD ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ 3 കാറ്റഗറിയാണ്. കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ അവിടെ JRF, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD-യും ചെയ്യാം. കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, അവിടെ JRF ഇല്ല, ജൂനിയർ റിസർച്ച് ഫെലോ അല്ലെ, അതില്ല. പക്ഷെ എന്താ, നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാം, PhD-ക്കും അപ്ലൈ ചെയ്യാം. കാറ്റഗറി 3 PhD-ക്ക് ഉള്ള അഡ്മിഷൻ മാത്രമാണ്, അവിടെ JRF ഇല്ല, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ഇല്ല, PhD അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റികളില് ജനറലി നിങ്ങൾക്ക് ഇപ്പൊ ഇതാണ് കിട്ടിയതെങ്കിൽ എന്താണ്, ഇതായാലും കുഴപ്പമില്ല അല്ലെ. PhD-ക്ക് അഡ്മിഷൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു റിസർവേഷൻ ബേസിക്കലി പറയുന്നുണ്ട്. SC കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 15% റിസർവേഷൻ അവൈലബിൾ ആണ്. ST കാറ്റഗറിയിലാണെങ്കിൽ 7.5%, OBC കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ 27%, EWS കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ 10%, PWD കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ 5%. ഇനി ബാക്കിയുള്ളവർക്ക് ബേസിക്കലി എന്താ, ജനറൽ കാറ്റഗറി, ബാക്കി എത്രയാണോ ഉള്ളത് ശതമാനം അത് ജനറൽ കാറ്റഗറിയിലേക്ക് പോകും. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ നമ്മൾ ഇഷ്ടപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെറ്റ് സ്കോർ കാർഡ് എന്ന് പറയും, സ്കോർ കാർഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ബേസിക്കലി ലാംഗ്വേജ് പേപ്പർ ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിനും ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി വേർഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ഇംഗ്ലീഷ് ആണോ നിങ്ങളുടെ മീഡിയം, ഹിന്ദി ആണോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫോമിൽ സ്പെസിഫൈഡ് ആയിട്ട് അത് അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. ഇനി ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആ ക്വസ്റ്റ്യന്റെ പാരലൽ ആയിട്ട് ഹിന്ദിയിലും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇപ്പൊ സപ്പോസ് ഇംഗ്ലീഷും ഹിന്ദിയും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിബൻസി വരുന്നു, അതായത് നമുക്ക് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ രണ്ടിലും രണ്ട് രീതിയിലല്ലേ പറഞ്ഞത് എന്ന് തോന്നുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഫൈനൽ ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മാർക്കിംഗ് സ്കീം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 മാർക്കാണ് ഓരോ ചോദ്യത്തിനും. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഇല്ല. അതുപോലെ അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതിനൊന്നും മാർക്ക് കിട്ടുന്നതല്ല. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ അതായത് നിങ്ങൾ ഒന്നും മാർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. അങ്ങനത്തെ സിറ്റുവേഷൻ ജനറലി വരാറില്ല. അത് അവരൊന്ന് ജസ്റ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നെഗറ്റീവ് മാർക്കിങ്ങോ നമുക്ക് നഷ്ടപ്പെടാനോ ഒന്നുമില്ല അല്ലെ. അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അറിയാവുന്ന ആൻസേഴ്സ്, എലിമിനേഷൻ ടെക്നിക്കും നമ്മൾ പഠിച്ച ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ച് സിസ്റ്റമാറ്റിക് ആയി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. 2 ഓപ്ഷൻസ്, ഇപ്പൊ OMR ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക അല്ലെ. 2 എണ്ണം നിങ്ങൾ ഒരിക്കലും ബബിൾ ചെയ്യാനായിട്ട് പാടില്ല. ഇത് ബബിൾ ആണോ ടിക്ക് മാർക്ക് ആണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്പെസിഫൈ ചെയ്തിട്ടില്ല. എന്നാൽ പ്രീവിയസ് ആയിട്ടുള്ള എക്സാംസിലൊക്കെ ബബിൾസ് ആയിരുന്നു. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. 2 എണ്ണം ഒരുമിച്ച് നിങ്ങൾ ബബിൾ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫ്രണ്ട്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസർ അത് റോങ് ആയിട്ട് അല്ലെങ്കിൽ അതൊരു കൺസിഡറേഷനിലേക്ക് പോലും പോകാറില്ല. Basically, if a question is found incorrect and the question is dropped, then 2 marks will be awarded only to those candidates who have attempted a question. 10ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം അതിൽ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. B നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു. അവിടെ ബേസിക്കലി ക്വസ്റ്റ്യൻ റോങ് ആയിരുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് ലഭിക്കും. പക്ഷേ വേറൊരു വ്യക്തി 10ാമത്തെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കാം. അവർക്ക് എന്ത് കിട്ടില്ല? മാർക്ക് കിട്ടില്ല. ആ ക്വസ്റ്റ്യൻ റിമൂവ് ചെയ്താലും മാർക്ക് ലഭിക്കില്ല. അപ്പൊ ഏറ്റവും നല്ല സേഫ് സോൺ എന്താണ്? നല്ല രീതിയിൽ അങ്ങ് അറ്റംപ്റ്റ് ചെയ്യുക അല്ലെ. അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നമുക്ക് ആ ക്വസ്റ്റ്യൻ തെറ്റായാലും ചിലപ്പോൾ നമ്മൾ ഭാഗ്യത്തിന് അല്ലെ മൈന്യൂട്ട് ആയിട്ടുള്ള മാർക്കിന് പോലും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നമ്മൾ പഠിച്ചതെല്ലാം നമ്മൾ പഠിച്ച ആ ഒരു ഓപ്ഷൻസും എല്ലാം വായിച്ചു നോക്കിയിട്ട് എഴുതുക. എന്നാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഗസ് വർക്കിന്റെ ബേസിസിൽ എഴുതുക. ക്വസ്റ്റ്യൻ തെറ്റിയാൽ നമുക്ക് മാർക്ക് കിട്ടും. നമ്മുടെ ഗസ് വർക്ക് ചെയ്താലും നമുക്ക് മാർക്ക് കിട്ടും അല്ലെ. അപ്പൊ അതാണ് ആദ്യം വന്ന ചേഞ്ച്. പിന്നീട് വന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് അല്ലെ. എന്താണ്? 83 സബ്ജക്റ്റുകളിലായി പെൻ ആൻഡ് പേപ്പർ മോഡിലാണ് ഇത്തവണ എക്സാം നടത്താൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ എന്താ പറയുക റെവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെ. പണ്ടത്തെയൊക്കെ പോലെ തന്നെ നമുക്കിനി അധികം സ്ട്രെയിൻ ഇല്ല, കണ്ണിനധികം സ്ട്രെയിൻ ഇല്ല അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ആദ്യം പേപ്പർ 1 തരും, പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പേപ്പർ 2, 3 എന്നൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് ജസ്റ്റ് പേപ്പർ 2 അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പൊ ചിലപ്പോ ഇത് നമുക്ക് അറിയില്ല, ഒരുപക്ഷെ കമ്പൈൻഡ് ആയിട്ടായിരിക്കാം തരുന്നത്, ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കാം തരുന്നത്. അപ്പൊ വലിയൊരു മാറ്റമാണ് ശരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കൂടി നമുക്കൊന്ന് നോക്കിക്കളയാം. നിങ്ങൾ ജനറൽ കമ്മ്യൂണിറ്റിയിൽ പെട്ട കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് PGക്ക് 55% മാർക്ക് ലഭിച്ചിരിക്കണം. PG ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എന്ത് ചെയ്യാം? ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, പ്രൊവൈഡഡ് നിങ്ങൾ 2 വർഷത്തിന്റെ ഉള്ളിൽ PG കംപ്ലീറ്റ് ചെയ്യണം. അത് മാത്രമാണ് കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. ഇനി OBC, SC, ST മുതലായ കാൻഡിഡേറ്റ്സ്, EWS മുതലായ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 5% മാർക്കിൽ ഇളവുണ്ട്. ഇനി നിങ്ങൾ 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള UG കോഴ്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് 8ാമത്തെ സെമ്മിൽ വെച്ച് PG ഈ ഒരു 8ാമത്തെ UGയുടെ അതായത് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഗ്രാജുവേഷൻ ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ 8ാമത്തെ സെമ്മിൽ വെച്ച് നിങ്ങൾക്ക് നെറ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. മാത്രമല്ല അവിടെ പക്ഷെ കണ്ടീഷൻ ഉണ്ട്, 75% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരും, ടീച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റ് ക്വാളിഫൈ ചെയ്തു, പക്ഷേ ആ പഠിച്ചു കഴിഞ്ഞ PGയുടെ റിസൾട്ട് വന്നപ്പോൾ ഇത്രയും മാർക്കില്ല, 55% ഇല്ല, അല്ലെങ്കിൽ 75% 4 ഇയർ ഇന്റഗ്രേറ്റഡിനില്ല.
അപ്പൊ നിങ്ങളുടെ നെറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും. നിങ്ങൾക്കത് നെറ്റ് സ്കോറിന് ലീഗലി ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനോ പറ്റില്ല. പിന്നീട് വീണ്ടും എക്സാം എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. നെറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. 2 വർഷത്തിന്റെ ഉള്ളിൽ ഈ ഒരു 55% മാർക്ക് നോർമൽ ഗ്രാജുവേഷൻ നോർമൽ PGയിൽ അല്ലെങ്കിൽ 4 ഇയർ ഇന്റഗ്രേറ്റഡ് UG വരുമ്പോൾ 75% മാർക്ക്. ആ ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? മീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ 3 കാറ്റഗറികളെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നും കൂടെ നമ്മളൊന്ന് നോക്കണ്ടേ. JRFന്റെ അപ്പർ ഏജ് ലിമിറ്റ് 30 വർഷമാണ്. 30 ഇയർ ആണ്. പക്ഷെ നിങ്ങളുടെ ഏജ് 30 ഇയർ ആണ്. പക്ഷേ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിലാക്സേഷൻ തരുന്നുണ്ട്. 5 വർഷത്തെ റിലാക്സേഷൻ വിമൻ കാൻഡിഡേറ്റ്, OBC, SC ST മുതലായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെ ഇളവ് നൽകുന്നുണ്ട്. അതായത് 35 വയസ്സ് വരെയും എന്ത് ചെയ്യാം? JRFന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിന്. നേരെ മറിച്ച് മറ്റുള്ള, അതായത് നമ്മളെ നെറ്റ് അതുപോലെ തന്നെ ഈ PhD എൻട്രൻസിനുള്ള ഒരു ലോവർ ക്രൈറ്റീരിയ, അതിനൊന്നും തന്നെ ജനറലി എന്ത് ചെയ്യുന്നില്ല? ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് പറയുന്നില്ല. പക്ഷേ PhD മാത്രമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ 1 വർഷത്തിന്റെ ഉള്ളിൽ ജോയിൻ ചെയ്യണം എന്നൊരു കണ്ടീഷൻ അവിടെ വെക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള മാറ്റം. ഞാൻ പേപ്പർ ആണ്, മാത്രമല്ല 3 കാറ്റഗറി ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 20th April 2024 to 10th May 2024 ആണ്. എക്സാമിനേഷൻ ഫീ ലാസ്റ്റ് ഡേറ്റ് 11th May 2024 to 12th May 2024 ആണ്. കറക്ഷൻ വിൻഡോ 13th May 2024 to 15th May ആണ്. ആൻഡ് നമ്മളുടെ തീയതി എന്നാണ്? 16th June 2024. സമയമുണ്ടല്ലോ അല്ലെ, പിന്നീട് പഠിച്ചു തുടങ്ങാം എന്നാരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ നിമിഷം മുതൽ പഠിച്ചു തുടങ്ങാം. ഇപ്പൊ ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇനിയും 1-2 മാസങ്ങൾ കടപ്പില്ലേ. അപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാ പോരെ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് അല്ലെ. യെസ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമ്മുടെ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.